Hey, you, get out. Hey girls, listen. Tomorrow you two have exam, okay? Prepare and come. ഇപ്പോഴാ പൂർത്തിയായത്. ഞാൻ ഇന്ന് വരുന്നില്ല. നീ വേണേ പൊക്കോ, നിന്റെ ഫേവറേറ്റ് സാറല്ലേ. എന്നെ കൊന്നോട്ടെ എന്നല്ലേ. ഇവളെ കൊണ്ട് ഞാനും പോണില്ല. മോക്ക് വയ്യാന്ന് തോന്നുന്നു മമ്മി. മോക്ക് വയ്യേ? ദൈവമേ, പെട്ടെന്ന് ഇതിൽ ആശുപത്രി കൊണ്ടുപോകണം. ഇതല്ലേ അത്, അതല്ലേ ഇത്, ഇതിലേതാ അത്? ഈ മനുഷ്യൻ എന്നത്തിന് ഇങ്ങോട്ട് വരുന്നത്? ഇങ്ങോട്ട് തന്നെയാ വന്നുകൊണ്ടിരിക്കുന്നത്. ദേ വരുന്നു. മനസ്സിലൊരിച്ചിരി ലവ് തോന്നിയ മനുഷ്യന് എല്ലാം നശിച്ച് ഇനി ഇങ്ങേറെ മുമ്പിൽ പോയിരുന്ന നാണങ്ങളുണ്ട്. ഇങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടാൻ ദൈവമേ. ഈ ഇരുന്ന് ഇരിപ്പിൽ തന്നെ അങ്ങ് സമാധിയായ മതിയായിരുന്നു ദൈവമേ. യെസ്, അത് തന്നെ. അമ്മ വാഷ്റൂമിൽ പോകണം. പോകുന്നൊക്കെ കൊള്ളാം, പെട്ടെന്ന് വന്നേക്കണം. ഡോക്ടറെ കണ്ടിട്ട് വേഗം തിരിച്ചു പോകാനുള്ളതാണ്. ഒത്തിരി പ്രാക്ടീസ് ചെയ്യാനുണ്ട്. പിന്നെ പെട്ടെന്ന് വരാവേ. ഇങ്ങോട്ട് പോകുമോ? ഹായ് അങ്കിൾ. ആ മോനെ വംശി, ഞങ്ങൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്കിൾ വാ, ക്യാബിനിലിരിക്കാം. ആ മോനെ, പക്ഷെ ഞങ്ങളുടെ കൂടെ ഒരാളൂടെ ഉണ്ടായിരുന്നു. അതാരാ ആൻറ്റി? ഇനി ഒരാളും കൂടി? അത് പിന്നെ ഇപ്പം എന്താ പറയുകയാണെ, ഞങ്ങളുടെ മൂളായിട്ട് വരും. എന്നിട്ട് ആളെവിടെ? ആളിനെ ഞാൻ അതുവരെയും കണ്ടിട്ടില്ലല്ലോ. അങ്കിളും ആൻറ്റി പറഞ്ഞുള്ളൊരു അറിവേ ഉള്ളൂ. എവിടെ എന്നിട്ട്? ഇത്രയും നേരം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ വാഷ്റൂമിലോട്ടാണെന്നും പറഞ്ഞുകൊണ്ട് പോയി. ഇപ്പോൾ വരുമായിരിക്കും. പിന്നെ ചേട്ടൻ എന്ത് പറയുന്നു? ഒരു ട്രിപ്പെന്ന് പറഞ്ഞു പോയത് അങ്കിൾ. പിന്നെ എവിടെയാണെന്നൊരു അറിവില്ല. നിങ്ങളെങ്കിൽ സംസാരിക്കുക. ആ കുരുത്തം കെട്ടവളെ ഞാൻ പോയി ഒന്ന് നോക്കിയിട്ട് വരാം. എനിക്ക് ചെന്നിട്ട് പ്രോഗ്രാമിന് പ്രാക്ടീസ് ചെയ്യാനുള്ളതാന്നേ. ദൈവമേ, അങ്ങേരാണ് ഇവിടുത്തെ ഡോക്ടർ. ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? വാ പോകാം, വാ വാ. ഓ, അപ്പം ഇതാണ് ആള്. ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇതോ മോനെ കക്ഷി. അവൾക്ക് രാവിലെ തൊട്ട് വയ്യ, ദേഹത്ത് വേദനയും എന്തൊക്കെയോ ഉണ്ടെന്നാ പറയുന്നത്. ഓക്കെ, ഇനി എനി അതർ സിംറ്റംസ്? ചിൽനെസ്, ഹെഡേക്ക്, ഷിവറിങ്, എനിത്തിങ്? ഇന്ന് രാവിലെ തൊട്ട് എനിക്ക് ദേഹത്തിന് വേദനയും കാലിന് വേദനയൊക്കെ ഉണ്ടായിരുന്നു. ഓ, ഐ സി. ഈ കാലിൻ്റെ തള്ളവിരലിൽ വേദന വല്ലതും ഉണ്ടോ? ആണെങ്കിൽ അത് പ്രത്യേക ഒരു ലക്ഷണമാണ്. ചിലപ്പോഴൊക്കെ. അപ്പോൾ സൂക്ഷിക്കണം. ആണോ മോനെ? എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള വിഷയമാണോ? ഏയ്, അത്രയ്ക്കൊന്നും ഇല്ലെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും ചെയ്യാം. അതെ, ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാ. പെട്ടല്ലോ ഈശ്വര. ഓക്കെ, നമുക്കെന്നൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. ഒരു പാരസെറ്റമോളിൽ ഒതുക്കേണ്ട കാര്യത്തിന് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ ചെയ്താണല്ലോ നമ്മുടെ രോഗം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഹലോ സിസ്റ്റർ, കം ടു മൈ ക്യാബിൻ. എക്സ്ക്യൂസ് മീ സർ, മേ ഐ ഹെൽപ്പ് യു? ഈ കുട്ടിയുടെ ബ്ലഡ് സാമ്പിൾസ് എടുക്കണം. ഓക്കെ സാർ. മാം, നമുക്ക് ഫസ്റ്റ് രജിസ്റ്റർ ചെയ്ത് വാക്യൂട്ടീനർ കളക്ട് ചെയ്യണം. ബാ, ഇനി നമുക്ക് ഈ കുട്ടിയുടെ കൂടെ പോയി എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് വരാം. ബാ, നമുക്ക് ബ്ലഡ് സാമ്പിൾസ് എടുക്കാൻ വേണ്ടി പോകാമെങ്കിൽ. അല്ല ആൻറ്റി, കുട്ടി ഇവിടെ ഇരുന്നോട്ടെ. കുറച്ച് ടൈം പിടിക്കും. അപ്പോഴത്തേക്ക് ഞാൻ ടാബ്ലറ്റ്സ് ഒക്കെ എഴുതാം. കുട്ടി എവിടെ ഇരുന്നോട്ടെ എന്ന്? അവർ പോയി. ഇനി നമുക്ക് കുറച്ച് സത്യം പറയാം. മനസ്സിലായില്ലേ? അതായത് ഒരു 20% എനിക്ക് വയ്യായിരുന്നു. പിന്നെ ബാക്കി ഒരു ടെസ്റ്റ് പേപ്പർ. മമ്മിയോട് പറയില്ലേ പ്ലീസ്? ഐ ഹാവ് എക്സ്പെക്റ്റഡ് ദിസ് ആൻസർ. പക്ഷെ മമ്മിയോട് പറയരുത് പ്ലീസ്, കഷ്ടമുണ്ട്. താനൊരു ഉടായ്പാണല്ലോടോ. എന്തായാലും കൊള്ളാം. മനസ്സിലായ സ്ഥിതിക്ക് എന്നെ ഈ ബ്ലഡ് ടെസ്റ്റ് നിന്ന് ഒഴിവാക്കാവോ? എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, ഒരു ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നടത്തിയേക്കാം. സമ്മതിക്കൂല അല്ലേ? ചെയ്തതിന് ഒരു ഇത്രയും വേണ്ടേ എന്ന് പറയാം. അത് പിന്നെ ഹലോ, ഐ ആം കമ്മിങ്. ഐ ബ്ലഡ് ഇല്ലാത്തവൻ. എനിക്ക് അത്യാവശ്യം ഒരു മീറ്റിംഗ് ഉണ്ട്. അങ്കിളിനും എന്നോടും പറഞ്ഞേക്ക്. ശരി എന്നാ. പിന്നെന്താ, പെട്ടെന്ന് വെക്കൂ. ശരി.
ഹലോ ഇവ, പെട്ടെന്ന് നീ ഇങ്ങോട്ട് വാ. മമ്മി ഇപ്പോൾ വലിയ കുഴപ്പമില്ല, ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമെന്ന് തോന്നുന്നു. ഇവ, നിന്റെ വിളച്ചിലൊന്നും ഇവിടെ നടക്കത്തില്ല. എന്നെ നീ അങ്ങോട്ട് വരുത്തരുത്. മമ്മി ഞാൻ അങ്ങോട്ട് വരിക. പെട്ടു, ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. മര്യാദയ്ക്ക് കോളേജിൽ പോയാൽ മതിയായിരുന്നു. ഇപ്പം പണി ഏതെന്ന് മേടിച്ച അവസ്ഥയാണ്. ആനി കൊച്ചവിടെ? ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവളിപ്പോൾ വരും. പേടിച്ചവിടെ ഇരിക്കുമായിരിക്കും. ദേ വന്നിട്ടുണ്ടല്ലോ ആള്. ആ മോളെ വാ, സിസ്റ്റർ ഇപ്പോൾ വിളിച്ചതേ ഉള്ളൂ. എന്നെ കുത്താൻ എന്ത് ശുഷ്കാന്തിയാ ആ മുഖത്ത് രണ്ടിൻ്റെ. എൻ്റെ ദൈവമിനെ പെട്ട്. ഇവ ഇവിടെ വന്നിരുന്നോളൂ, സാമ്പിൾ എടുക്കാം. ഇവ, ഇഞ്ചക്ഷൻ പേടിയുണ്ടോ? പേടിയോ? എനിക്കോ? എനിക്ക് പേടിയൊന്നുമില്ല. പേടിക്കണ്ട, ചെറിയ ഉറുമ്പ് കടിക്കുന്ന വേദനയുള്ളൂ. ഓ സൂചി. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു. കാലം ഡോക്ടറിൻ്റെ കൈ കിട്ടിയോണ്ടല്ലോ, ശരിയാക്കും ഞാൻ. റിസൾട്ട് എപ്പോഴത്തേക്കിന് കിട്ടും? റിസൾട്ട് ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ കിട്ടും സാർ. റിസൾട്ട് ആയിട്ടുണ്ട് സാർ. താങ്ക് യു സിസ്റ്റർ. സാർ, ഡോക്ടർ ഇപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് സാർ. കയറി കാണിച്ചോളൂ സാർ. മോനെ റിസൾട്ട്? അങ്കിൾ റിസൾട്ടിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ ടാബ്ലറ്റ്സ് എഴുതുന്നുണ്ട്, അതെടുത്താൽ മതി. ഇത് പറയാനാണ് ഇയാളെ വെറുതെ ചുമ്മാ കുത്തുന്നു. ഓ ശരി മോനെ, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക. ആ ആൻറ്റി. മോനെ, സമയം കിട്ടുമ്പോഴൊക്കെ വീട്ടിലോട്ടൊക്കെ ഇറങ്ങാം കേട്ടോ. അതെ മോനെ, സമയം കിട്ടുമ്പോൾ അങ്ങോട്ടൊക്കെ വാ. സമയം കിട്ടുമ്പോൾ വരാം അങ്കിളെ. ദൈവമേ, ഇനി വീട്ടിലോട്ട് കൂടെ വിളിക്കണോ? രാവിലെ തന്നെ നേരം വെളുക്കണല്ലോ ഈശ്വര. ഓ, ഈ കുട്ടി പിശാച് ഇവിടെ ഉണ്ടായിരുന്നോ? വന്നാ? എന്തിനാ മൊത്തം കണ്ണ നോക്കുന്നേ? ചെല്ലു നിനക്കിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിക്കോളും. ഓ, ഇതിനെയാണ് ഞാൻ പറഞ്ഞു കേട്ടില്ലെന്ന് തോന്നുന്നു. പാവം മമ്മി, മുഖത്തേക്ക് വൺ ബ്ലാക്ക് ചെയ്യാൻ. 11 മണിക്ക് എഴുന്നേറ്റ് നിനക്ക് ഞാൻ ബ്ലാക്ക് കോഫിയും കൂടി ഇട്ട് തരാടി. ശേ, വേണ്ടായിരുന്നു. ഉഫ്. അയ്യോ എനിക്ക് മേല. രാവിലെ തുടങ്ങിക്കോണേ രണ്ടെണ്ണം. മമ്മി ഞാനല്ലത് ഇവളാ. അയ്യോ മമ്മി, ഇത് കള്ളോ? ഇതേ പിള്ളേരെ രണ്ടും പോയിരുന്ന് പഠിക്കാൻ നോക്ക്. പോവാ. ഒന്നും വേണ്ടായിരുന്നു, വെറുതെ ഒരു കുത്തും കിട്ടി. ഏതൊക്കെ കോളേജിൽ പോയാൽ മതിയായിരുന്നു. ഇതിപ്പോൾ എൻ്റെ ഐഡിയ ആയിപ്പോയി. അല്ലായിരുന്നെങ്കിൽ എന്തിനൊക്കെ ചെയ്യായിരുന്നു. അല്ലെങ്കിലും പണ്ടേ വരാനുള്ളതൊന്നും വഴി തങ്ങാറില്ല. ഫ്ലിപ്കാർട്ട് വിളിച്ചിട്ടാണെങ്കിൽ അത് വീട്ടിൽ വരും. അതെ 100 ആഴ്ച ദേ വന്നല്ലോ. ഹലോ ഇവാച്ച, ഇത് ഞാനാ. ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നീ ഇങ്ങോട്ട് വിളിച്ചത്. എന്താണ് കാര്യം? എന്താ വലിയ വിഷയം ഉണ്ടായാവോ? ആടി വന്നിട്ട് അയാളൊരു ഡയലോഗ്, ഈ ടാബ്ലറ്റ്സ് എടുത്താൽ മതിയെന്ന്. അയാൾ നിനക്ക് നല്ല പണി തന്നാണല്ലോ. ശരി, വെക്കുവാണേ. അമ്മ വിളിക്കണം. നാളെ കോളേജിൽ കാണാം. ബൈ. നാളെ കാണാം. ഓക്കെ ബൈ. ഇവ, അതേ ഫുഡായിട്ടുണ്ട്, വാ. ദേ വരുവോ മമ്മി? ഹലോ, ഇന്ന് എൻ്റെ കൊച്ചിനോട് ഹോസ്പിറ്റലിൽ പോയേക്കുമായിരുന്നു. നാളെ ഞാൻ രാവിലെ എത്തിയേക്കാന്നേ. ശരി എന്നാ. ആനി ആരാടെ വിളിച്ചേ? ഓ, ആ വനജയെ വിളിച്ചേ. എന്നെ ഇന്ന് പ്രാക്ടീസിന് കാണാത്ത കൊണ്ട്. മമ്മി, നിന്നെ എത്ര വട്ടം വിളിക്കണം? വിളിച്ച് മനുഷ്യൻ്റെ ഭാര്യ വെള്ളം പറ്റി. വാ വന്നി. മോളെ, നിന്റെ പനി ഇപ്പം എങ്ങനെയുണ്ട്? കുറവുണ്ടോ? കുറവുണ്ടപ്പാ.
രാവിലെ എണീച്ച് നാളെ അതിന് സ്കൂളിൽ പോയി പോകണം. ഓക്കെ മമ്മി. ഇതൊന്നും ആരും മറന്നില്ലേ? ആ അയ്യോടാ, പാവരുന്ന് കഴിക്കുന്നുണ്ടല്ലേ. അല്ല പാവയ്ക്ക പണി തരണം എനിക്കിപ്പം. അമ്മേ ചിക്കൻ്റെ കഴുത്തെനിക്ക് വേണം. അമ്മ എന്നാൽ എനിക്കും ചിക്കൻ്റെ കഴുത്ത് വേണം. എന്നാൽ എനിക്ക് ചിക്കൻ്റെ കാല് മതി അമ്മേ. കഴുത്ത് അവന് കൊടുത്തു. ചെക്കൻ വിശ്വസിച്ചെന്തോന്ന്. അമ്മ വെയിറ്റ്, എനിക്കും ചിക്കൻ്റെ കാല് മതി. ഓ ഈ കുരുപ്പ്. അമ്മ അന്ന് എനിക്ക് കഴുത്ത് മതി. ഓ ഇത് ഏറ്റവും മതിയായിരുന്നു. അമ്മ എനിക്ക് ചിക്കൻ്റെ കഴുത്ത് മതി. യെസ്, മിഷൻ സക്സസ്. എടി ചേച്ചി, നീ എന്നെ പറ്റിക്കാൻ നോക്കുമല്ലേ? ഓ പിടിച്ച് പിടിച്ച് പിടിച്ച്. എനിക്ക് കഴുത്തെടുക്കാമല്ലായിരുന്നു, എനിക്കറിയാം. എന്ത് ഞാൻ മനസ്സാ വാചാ കർണാടക അറിയാത്ത കാര്യം. ഒന്ന് പോടാ. അമ്മ ഇതാണോ കഴുത്ത്? ദച്ചക്ക മര്യാദയ്ക്കൊന്ന് കഴിച്ചോണം. നീയല്ലേ പറഞ്ഞത് മതിയെന്ന്. ഈ പട്ടി ചേച്ചി തരാടി. നീ അല്ലാതെ വേറെ ആരെല്ലാം അവിടെ ബാക്കി കേൾക്കോ? അവനെ ഒന്ന് വിളിച്ചു നോക്കാം. അവൻ്റെ അടുത്ത് കുറച്ച് ട്രിക്സും ചോദിക്കാം, പിന്നെ അവളെക്കുറിച്ച് ചോദിക്കാമല്ലോ. ഞാൻ പറഞ്ഞായിരുന്നു. ഹലോ എടാ. ഹൈഡാ അളിയാ. എടാ അളിയാ, നിൻ്റെ അടുത്ത് ഞാൻ തിരക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ കറക്റ്റായിട്ട് തിരക്കി അന്വേഷിച്ചല്ലേ? അത് പിന്നെ ചോദിക്കണം അളിയാ. എല്ലാം സെറ്റ്, ഓൾ സെറ്റ്. എന്നിട്ട് പറ, കേൾക്കട്ടെ. എടാ, ഞാൻ അവളെക്കുറിച്ച് അവളുടെ ക്ലാസ്സിൽ 2-3 പിള്ളേരോട് ചോദിച്ചപ്പം അവൾ BTS ആർമിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. BTS ആർമിയോ? ആടളിയാ, അവൾ കട്ട BTS ആർമിയാണ്. അവളുടെ ബയാസും ജങ്കുക്കാണ്. പിന്നെ അവൾ കേരളത്തിൽ നിന്ന് അവൾക്ക് കണ്ണാപ്പി പിള്ളേരൊന്നും വേണ്ട, അവൾക്ക് കൊറിയൻ ചെക്കന്മാർ മതിയെന്ന്. ഓ ഐ സി. എടാ നോക്കിക്കേ, എന്നെ കാണാൻ ജങ്കുവിനെ പോലില്ലേ ഒരു സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ? എൻ്റെ പൊന്നു സച്ചിനെ, ഇതും പറഞ്ഞ് നീ അവളുടെ ഫ്രണ്ട് ചെല്ലല്ലേ, അപ്പം തന്നെ നിനക്ക് അടിച്ചിരും റിജക്ഷൻ. എടാ പോടാ, ഒന്ന് പറഞ്ഞാടാ, അവൾ എന്നെങ്ങനെയും സെറ്റാക്കി താടാ, ഒരടി പറഞ്ഞാടാ. എടാ അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ മേടിച്ചെടുത്താൽ മതി. BTSൻ്റെ ഫോട്ടോ കാർഡോ എന്തെങ്കിലുമൊക്കെ മേടിച്ചെടുത്താൽ നീ സെറ്റ്. ആടാ ശരിയാവും. നീനും ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെടാ, ഞാനും നോക്കട്ടെ. എടാ പിന്നെ നീ പ്രപ്പോസ് ചെയ്യാനുള്ളത് കാണാതെ പിടിച്ചടാ. അത് പിന്നെ ഞാൻ കുറച്ച് തമിഴ് പടങ്ങളൊക്കെ കണ്ട് പിടിച്ചിട്ടുണ്ട്. സൂര്യയുടെ ഹായ് വർഷ, ഞാൻ സൊല്ലിയാവണോ, നീ അവളോ അഴക്. ഇത് പോരടാ, ഇത് കലക്കത്തില്ലേ? ഇതൊന്നും പോരാ, നീ വല്ല കേഡ്രാമയൊക്കെ കണ്ട് പഠിക്കടാ, എന്നാലേ അതിലേക്കുള്ള വീഴത്തുള്ളൂ. നീ കണ്ടോണോ ഞാൻ അവളെ വീഴ്ത്താൻ പോകുന്നത്. എൻ്റെ പൊന്ന് സച്ചിനെ, നീ വീഴാതിരുന്നാൽ മതി. നീ പഴശ്ശിയുടെ കളിയിൽ കമ്പനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഡാ അളിയാ, ഡാ കട്ടായി പോയാ? അയ്യോ, അവൾ കരട്ട ബ്ലാക്ക് ബെൽറ്റാന്ന് പറയാൻ പാടുന്നില്ല. കാവട് തള്ളിപ്പോകുന്ന ആൾ ട്രാജഡി ആകാതിരുന്നാൽ മതിയായിരുന്നു. ദൈവമേ, അവനെ നീ കാത്തോണേ. ഒറിയാണ് അടുത്ത പ്രശ്നം. ഐഡിയ. മോളെ ചേച്ചിക്കുട്ടി ഇതാ വരണോ? ഞാൻ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനാ എന്നാട്ടെഴുത്തേണ്ടി നടപ്പ്. ചേച്ചി വെയിറ്റ്. ഇട്ടാന്ന് ചാടിക്കയറി ചെന്നാൽ അവൾ ഹെൽപ്പൊന്നും ചെയ്തു. പതുക്കെ സോപ്പ് ഇട്ടെടുക്കാം. അപ്പോൾ ബി കെയർഫുൾ. ഓ എൻ്റെ കുട്ടിയെ കാണാൻ എന്ത് ക്യൂട്ടാ. അതെ അതെ. ഇതാരാ? ചേച്ചി ഈ കുഴപ്പനെ ഇവിടെ അടുത്ത പണിയിട്ട് വന്നായിരിക്കും. അത് പിന്നെ ചേച്ചിക്കുട്ടി. അതെ അതെ, ഇത് പണി തന്നെ. ബി കെയർഫുൾ. എന്താടാ കുഴപ്പേ? ചേച്ചി അത് പിന്നെ ഫോട്ടോ കാർഡ്. ആരുടെ ഫോട്ടോ കാർഡ്? ചേച്ചി BTSൻ്റെ ഫോട്ടോ കാർഡില്ലേ, അതിലൊരു ഫോട്ടോ കാർഡ് എനിക്ക് തരുമോ? അച്ചടാ, എന്തിനാ എൻ്റെ കൊച്ചിന് ഫോട്ടോ കാർഡ്? ഒന്നും മതി ചേച്ചി, ജങ്കുക്കിൻ്റെ ഫോട്ടോ കാർഡ്. എൻ്റെ ലൈൻ കൊടുക്കാൻ ചേച്ചി പ്ലീസ്. ചേച്ചിക്ക് പുണ്യം കിട്ടും, തരുമോ? ഓഹോ, ഫോട്ടോ കാർഡ് ഞാൻ തരണമല്ലേ? ഞാൻ പറയുന്ന ജോലികളെല്ലാം നീ നന്നായിട്ട് ചെയ്യണം. എന്നാ നിനക്ക് തരാം. എപ്പോൾ ചെയ്തെന്ന് ചോദിച്ചാൽ പോരെ? എന്താ ചെയ്യണ്ടേ പറ.
ഇപ്പം എൻ്റെ കൊച്ചു ഒന്നും ചെയ്യണ്ട, പോയി കിടന്നു. വഴിയെ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ശരി, ബൈ ബൈ, ഞാൻ പോവാം. അയ്യടാ നോക്കിയിരുന്നു, ഇപ്പം തരാം ഞാൻ എൻ്റെ ഫോട്ടോ കാർഡ്. ചേച്ചി ഇതിൽ പറഞ്ഞോ? ഏയ് ഞാനൊന്നും പറഞ്ഞില്ല, നിനക്ക് തോന്നിയതാ. ഉറക്കം വരുന്നില്ല. കണ്ണടച്ച അയാളുടെ മുഖം മനസ്സിൽ മൊത്തം വെറുതെ പോയി കുത്തുന്ന ഇടിച്ച്. വേണ്ടായിരുന്നു, അയാളെൻ്റെ കൈ കിട്ടിയാളുണ്ടല്ലോ. ഇതേ വീണ്ടും വെറുതെ ആവശ്യമില്ലാതെ വലിയൊരു വന്നോളൂ അതിൻ്റെ ഉറക്കം കളയാൻ. ഇനി സ്വപ്നത്തിലും കൂടെ വന്ന പണി തന്നെയായിരിക്കും. ഇങ്ങനെ കിടന്നുറങ്ങും. കുറച്ച് കഴിഞ്ഞ് പാട്ട് കേട്ടിറങ്ങും. അപ്പം പെട്ടെന്ന് ഉറക്കം വരെയായിരിക്കും. അന്നപ്പാടിൽ കയറി വരണ നേരം. സമയത്തായി 2 മണിയോ. ഞാൻ എപ്പോൾ കിടന്നുറങ്ങും.